പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം മനഃശക്തരാകാൻ അല്ലെങ്കിൽ മനസ്സിന് ശക്തി കൂട്ടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വളരെ ഫലവത്തായിട്ട് മാറ്റം വരുത്താൻ, ട്രാൻസ്ഫർമേഷൻ വരുത്താൻ ഉതകുന്ന ചില പോയിന്റുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിന് ശക്തി നേടണം. മനസ്സിന് ശക്തി നേടിക്കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും, പിടിച്ചു നിൽക്കാൻ പറ്റും. ഒപ്പം ജീവിതത്തിൽ എയിം ചെയ്യുന്നതൊക്കെ ഈ മനസ്സിന്റെ ശക്തിയിലൂടെയാണ് നേടുന്നത്. അത് ചോർന്നു പോകുമ്പോഴാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഇനി എത്താൻ പറ്റാതെ വരിക. ഈ മനഃശക്തി കൂട്ടാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്ന് തേടി പല പല മാർഗങ്ങളുണ്ട്. ഒരുപാട് അലയുന്നവരാണ് മനുഷ്യർ. ഇന്നിപ്പം ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ സൂക്ഷ്മതലത്വം, സൂക്ഷ്മ അർത്ഥം മനസ്സിലാക്കി അറിയുക, പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. ആദ്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ആശ്രയത്വം നമ്മളിൽ ഉണ്ടാകുമ്പോൾ പരാശ്രയം ഏതെങ്കിലും വിഷയത്തിൽ, ഏതെങ്കിലും കാര്യത്തിൽ തീർച്ചയായിട്ടും ചില ഘട്ടത്തിൽ നമുക്ക് ആശ്രയം തേടിയേ പറ്റൂ. പക്ഷെ എപ്പോഴും അതിൻ്റെ ആധിക്യം കൂട്ടി എല്ലാ കാര്യത്തിലും മറ്റ് ആൾക്കാരെയും മറ്റ് സാഹചര്യങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് നമ്മളുടെ കാര്യം നേടാൻ ഒരു വ്യഗ്രത നമ്മളിൽ, ഒരു ശീലം ഉണ്ട് അല്ലെങ്കിൽ സ്വഭാവം വരുന്നെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മനഃശക്തി ചോരും. ഏത് കാര്യങ്ങളും അത് എത്ര ചെറുതായിക്കോട്ടെ, അതിൽ പരാശ്രയം കൂടാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാര്യം ചെയ്ത് മനസ്സിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് സിമ്പിളായി മാറും. ഇന്നത്തെ കാലത്ത് പലർക്കും ഒരു ജോലി തന്നെ, ഒരു കാര്യം തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചിലരെ കണ്ടിട്ടുണ്ടോ, ഒരേ സമയത്ത് മൾട്ടി ടാസ്ക് എടുക്കും. മറ്റുള്ളവർക്ക് വലിയ ടാസ്ക് ആയിട്ടാകുന്നു. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊരു വലിയ ഭാരമൊന്നുമല്ല. ഒരേ സമയത്ത് ചില വീട്ടമ്മമാരെയൊക്കെ ഉണ്ട്, നമ്മുടെ അമ്മമാരെയൊക്കെ, അവരൊരു ദിവസം ചെയ്യുന്ന ഇടപെടലുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ത്വരിതഗതിയിൽ, അല്ലെങ്കിൽ ചില ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാകാം, സമൂഹത്തിലാകാം, ചില പൊതുപ്രവർത്തകരാകാം, ഇന്ന് പ്ലാൻ ചെയ്യലും അപ്പുറമുള്ള പല കാര്യങ്ങളുമായിരിക്കും ഇന്നത്തെ ദിവസം അവർ പ്ലാൻ ചെയ്തും അതിനപ്പുറമുള്ളതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതിനെയൊക്കെ ഏറ്റെടുത്ത് പടപെടാന്ന് നല്ല രീതി ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നോക്കി വല്ലാത്തൊരു ആത്മശക്തിയായി, ഭയങ്കരമായ രീതിയിൽ റിസ്കുകൾ, റെസ്പോൺസിബിലിറ്റികൾ സ്വയം ചെയ്ത് മനസ്സിന് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു സ്കില്ല് വളർന്നു കഴിഞ്ഞാൽ, പരാശ്രയം കൂടാതെ അവനവന്റെ കാര്യം ചെയ്യാൻ ഉള്ള ഈ ഒരു സ്വഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് മനസ്സ് ശക്തമാവും. ഇന്നത്തെ പുതിയ തലമുറയിലുള്ള, വളർന്നു വരുന്ന തലമുറയിലുള്ളവർ, കുട്ടികളെ സംബന്ധിച്ച് ശ്രദ്ധിച്ചറിയാൻ പറ്റും, പരാശ്രയം കൂടാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ആത്മശക്തി ചോർന്നിരിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ആത്മഹത്യാപരമായിട്ട് ജീവിക്കേണ്ടി വരും. എവിടെങ്കിലും ഒരിടത്ത് ഒറ്റയ്ക്ക് പോയി കാര്യം സാധിക്കുന്നത് 4 പേര് കൂടെ വേണമെന്ന് പറയും. അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ 4 പേരുടെ അഭിപ്രായം ചോദിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും പരാശ്രയത്തിലായിട്ടാണ് നിങ്ങൾ നീങ്ങുന്നതെങ്കിൽ, മറ്റുള്ളവരുടെ സഹായത്തിൽ കൂടി കാക്ഷിച്ചുകൊണ്ടാണ് ഈ ജോലി ചെയ്യാനുള്ള ഒരു ശീലമാണെങ്കിൽ നിങ്ങളുടെ ആത്മശക്തി ചോരും. അപ്പോൾ എന്ത് വേണം, ചെറിയ ചെറിയ രീതിയിൽ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണൽ ഹൈജീൻ്റെ കേസ്, അവനവൻ്റെ തന്നെ ശരീരശുദ്ധിയുടെ മനഃശുദ്ധിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടും, നമ്മുടെ വസ്ത്രങ്ങൾ അടുക്കി വെക്കുന്നതായിക്കോട്ടെ, അത് വാഷ് ചെയ്യുന്നതായിക്കോട്ടെ, ഒരുപക്ഷെ അതിനൊക്കെ സംവിധാനങ്ങളുണ്ടാവും, മറ്റു പലരുടെയൊക്കെ സഹായമായിരിക്കും, അവരായിരിക്കും അതൊക്കെ ചെയ്തു തരുന്നെങ്കിൽ നിങ്ങൾ ഒരു ടാസ്ക് പോലെ ഏറ്റെടുക്കുക. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക. ഒറ്റയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. നിങ്ങളുടെ ഭക്ഷണത്തിനുള്ള കാര്യം സ്വയം എടുത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കുകയോ ചെയ്യുക. നിങ്ങളുടെ വസ്ത്രങ്ങൾ നീറ്റായിട്ട് സൂക്ഷിക്കാനും അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, വീട്ടിലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ വ്യവസ്ഥയിലാണെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയും, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പരാശ്രയം കൂടാതെ സ്വന്തമായ രീതിയിൽ ചെയ്തു തരുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ട്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പരാശ്രയം കൂടാതെ സ്വയം എന്തും ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു ആത്മശക്തി നേടുകയാണ്. ഈ ആത്മശക്തി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏത് കാര്യത്തിലും നിങ്ങൾ ഹാപ്പിയാകും. അതിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം സക്സസ് ഉണ്ടാകും. അപ്പം ഇതിനുവേണ്ടി വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലോ വലിയ വലിയ ട്രെയിനിങ് സെക്ഷനൊന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വലിയ പഠനത്തിൻ്റെ ആവശ്യമില്ല. ഇന്നു ചെയ്യാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഓരോ വ്യക്തിപരമായ കാര്യങ്ങളിലും കൃത്യമായ ഈ ഇടപെടൽ നിങ്ങൾ നടത്തുക. ഇപ്പം നിങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും ഇടപെടൽ നടത്താതാണ് പ്രശ്നം, പരാശ്രയത്തിലേക്ക് പോകുന്നു. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മശക്തി ചോരും. നമ്മൾ കണ്ടോ, പലപ്പോഴും സീറോയിൽ നിന്നാണ് പലരും ഹീറോകളായിരിക്കുന്നത്.
സീറോയിൽ നിന്ന് ഹീറോ ആയി. എന്നാൽ ഹീറോ പോലെയുള്ള അവസ്ഥയിലാണ് ഇപ്പം ജീവിക്കുന്നത്, എല്ലാം സമ്പന്നതയുടെ നടുവിൽ. പക്ഷേ ഈ ആത്മശക്തി, മനഃശക്തി ഇല്ലാത്ത കാരണം സീറോ ആയി മാറുന്നു ലാസ്റ്റ് ഏത് ആക്ടിവിറ്റിയിലും ജീവിതത്തിലും. അപ്പോൾ സീറോയിൽ നിന്ന് തുടങ്ങുന്നവർ മാത്രമേ ഹീറോ ആകുള്ളൂ. അപ്പോൾ സീറോയിൽ നിന്നുള്ളവർ എല്ലാം അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ ചെയ്തു. പണ്ട് കാലത്ത് ഒരു കുടുംബങ്ങളിൽ 8ഉം 10ഉം കുട്ടികളാണ് ഉള്ളത്. അവനവൻ്റെ കാര്യം അവനവൻ ചെയ്തേ പറ്റുള്ളൂ. ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛനോ എല്ലാ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. ഇത്രയും അംഗങ്ങൾ കൂടുതലുണ്ട്. അപ്പം അവനവൻ്റെ കാര്യം ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. ചിലപ്പോൾ പട്ടിണി തന്നെയാണ് വളർന്നതെങ്കിലോ അവനവൻ ഉള്ളത് കൊണ്ട് കഴിച്ചുകൊണ്ട് നാളത്തേക്കുള്ള തേടാനുള്ള ചിന്ത വരും. പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും ജീവിക്കുക. കെയർ ആൻഡ് ഷെയർ, ഇതൊക്കെ എന്തായിരുന്നു മനഃശക്തി വർദ്ധിപ്പിക്കും. ഇത് അന്ന് അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളുമായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ മാറി ഭൗതികമായിട്ടുള്ള എല്ലാ സുഖലോലുപതയും വന്നു കഴിഞ്ഞപ്പം പരാശ്രയത്തിലേക്ക് പോയി. ഇന്ന് കിടക്കെ കിടന്നുകൊണ്ട് നമ്മൾ പറയും അല്ലേ, ആ ഫാനിൻ്റെ സ്വിച്ച് നിട്ടേ, ഇല്ലെങ്കിൽ ആക്രോശിക്കും, ഒച്ചയുണ്ടാക്കും, ബഹളം വെക്കുന്നത്. എന്തുകൊണ്ടാണ്? ആത്മബലം കുറഞ്ഞതുകൊണ്ടാണ്. ആത്മബലം ഉള്ളവർ അധികം ശബ്ദിക്കില്ല, മനസ്സെല്ലാം സ്ട്രോങ് ആയിരിക്കും. ഏത് കാര്യവും നമ്മളുടേത് തന്നെ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കും. എന്നിട്ട് നമ്മളെപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഇരിക്കും. അങ്ങനെ സ്ഥിരം ഇരിക്കുമ്പം അത് റിപ്പീറ്റഡ് മോഷനായി മാറുന്നു. മടി എന്ന് പറയുന്ന ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ആ മടി കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മശക്തി തന്നെ ചോർന്നു പോകും. അപ്പം ആത്മശക്തിയെ തകർക്കുന്ന ഏത് സാഹചര്യത്തെയും ആട്ടിപ്പായിക്കാൻ കൃത്യമായ സൂക്ഷ്മമായ നിരീക്ഷണവും അത് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ഇത് ശരിയോ തെറ്റോ എന്നുള്ളതെന്ന് ഒത്തുനോക്കി വിശകലനം ഉള്ളിൽ നടത്തി പ്രവർത്തനം ഇന്ന് തൊട്ട് തുടങ്ങുമ്പോൾ അത് കുറേശ്ശെ ആകുമ്പോൾ എന്തായി മാറുന്നു? തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. ഏത് രംഗത്തും എവിടെയും പിന്നിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അത്തരത്തിലുള്ള റിഫ്ലക്ഷൻ ആയിരിക്കും പ്രതിഫലമായിട്ട് തിരികെ കിട്ടുക. ഇതാര് വിചാരിച്ചാൽ നടക്കുള്ളൂ? നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ ആത്മശക്തി വർദ്ധിപ്പിക്കാൻ അതിന് പ്രത്യേകിച്ച് ലോകത്തൊരു മരുന്നുമില്ല. ഇനിയും മെന്റലി കൊളാപ്സായി ആത്മശക്തി ചോർന്നു പോകുന്നതുകൊണ്ടാണ് ഭയം ഉണ്ടാകുക, സ്വയം ആത്മനിന്ദ ഉണ്ടാകുക, മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ചെറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരിലും അപ്പുറം കൂടുതലായിട്ട് ഏൽക്കേണ്ടി വരുന്നു. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി ചോർന്നു പോകുന്നത് കൊണ്ടാണ്, ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ മനസ്സിൻ്റെ കൂട്ടുക എന്ന് പറഞ്ഞാൽ ആത്മശക്തി കൂട്ടുക എന്നുള്ളതാണ്. അതിനൊരുപാട് വഴികൾ, മെത്തേഡുകൾ ഉള്ളതിൽ ഒരു വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ ചെയ്യാനുള്ള ഒറ്റയാൻ എപ്പോഴും ശക്തി കൂടുതലായിരിക്കും. കണ്ടിട്ടില്ലേ, കാട്ടിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ചില ഒറ്റയാൻ, അവൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, സന്തോഷത്തോടെ ഉല്ലസിച്ചുകൊണ്ട്, ആരെയും ഭയമില്ല. മറ്റു കൂട്ടത്തോടെയുള്ള ആനകൾക്ക് ഈ ഒറ്റയാനെ പേടിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവനവൻ്റെ കാര്യത്തിലുള്ള ശുഷ്കാന്തിയും ശ്രദ്ധയും കൊടുത്തുകൊണ്ട് ആത്മശക്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒറ്റയാനായി മാറും. ആ ഒറ്റയാനിലേക്ക് അടുക്കാൻ മറ്റുള്ളവർ ഭയക്കും. ഈ ഒറ്റയാൻ പലപ്പോഴും സഹൃദയരായിരിക്കുകയും ചെയ്യും. മറ്റു കൂട്ടത്തോടുള്ള ആനകൾക്ക് ചിലപ്പം തീറ്റ കാട്ടിക്കൊടുക്കും, ആപത്തിൽപ്പെട്ടാൽ ചിലപ്പം രക്ഷിക്കും. ഇതൊക്കെ ഒറ്റയാൻ്റെ നല്ലൊരു ക്വാളിറ്റിയാണ്. എന്നാൽ അക്ഷോഭ്യനായ രീതിയിൽ തന്നെ ജീവിതം നല്ല പോലെ മന്ദഗതിയിൽ ശരീരമൊക്കെ തിളത്തി ആട്ടി ചെവിയൊക്കെ വീശി തുമ്പികയൊക്കെ എറിഞ്ഞ് നടക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഒറ്റയാൻ മനോഭാവം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ഏത് കാര്യത്തിലും പരാശ്രയം കൂടാതെ, മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ അവനവൻ്റെ കാര്യങ്ങളിലേക്ക് ചെയ്ത് മനസ്സിന് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആത്മശക്തി നിങ്ങൾക്ക് വർദ്ധിക്കുന്നു. അവിടെ നിന്ന് മാത്രമേ സർവ്വവിധത്തിലുള്ള സമഗ്രമായ ഉയർച്ചയും നമുക്ക് പ്രതീക്ഷിക്കാനാവൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.